ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നലെ ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് തുടങ്ങാം. ഇതേ ഞാൻ വന്ന് തുറന്നൊന്ന് നോക്കുവാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഒരു സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. അല്ല എങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല അൽവ കഷ്ണം പോലെ ഇരിക്കും കേട്ടോ. ഇത് ഏതാണ്ട് പാല് പോലെ തന്നെയാണ് ഇരിപ്പുള്ളത്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ല നമ്മുടെ തൈര് എന്നുള്ളതാണ് സത്യം. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എപ്പോൾ ഞാൻ എന്ത് വീഡിയോ ചെയ്തെടുത്താലും ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ഇന്നും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അല്ല എങ്കിൽ ഞാൻ ഉണ്ടാക്കിയാൽ സത്യമായിട്ടും ഗൈസ് നന്നായിട്ടിരിക്കാറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മില്ലറ്റ് പാസ്തയാണ് കേട്ടോ. ഈ ദിവസം മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അന്ന് ആ നൂഡിൽസ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയ പാസ്ത കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും നന്നായിട്ടുണ്ടായിരുന്നു ഈ മില്ലറ്റ് പാസ്തയല്ല, മില്ലറ്റ് നൂഡിൽസ്. അപ്പോൾ ആ സെയിം ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാനിപ്പോഴും വയ്ക്കുന്നത്. അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡയറ്റ് ചെയ്യുന്നതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. എഗെയിൻ പുതിയ ന്യൂ വർക്ക് ആയിട്ടുണ്ടാവാം, അതായിരിക്കും സീരിയലിലോ സിനിമയിലോ ജോയിൻ ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ റോങ് ആൻസറാണ്. വേറൊരു കാരണമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മെലിയുന്നത് കേട്ടോ. അത് വഴിയേ ഞാൻ പറയാവേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മില്ലറ്റ് പാസ്ത ഉണ്ടാക്കാം. ഇത് ഇന്നലെ ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിരുന്ന എണ്ണയാണ്. അത് ഞാൻ വേറൊരു ബോട്ടിൽ ഒഴിക്കുന്നത്. ഈ എണ്ണ ഞാനിനി ഉപയോഗിക്കത്തില്ല. പക്ഷേ നമ്മുടെ ദോശക്കല്ല്, അപ്പച്ചട്ടി അതെല്ലാം ഇവിടെ ഇരുമ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒന്ന് എണ്ണ തടവാണ്ട് നമ്മൾ ദോശയോ അപ്പമൊക്കെ ചുട്ടാൽ ഇളകി വരത്തില്ല. സോ ആ ദോശക്കല്ലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് ബ്ലാക്ക് കോഫി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏട്ടന് വേണ്ടിയിട്ടാണ്. പത്തയൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ രാവിലെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അത് ഏട്ടന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അടുത്തിനി നമുക്ക് പാസ്ത ഉണ്ടാക്കണ്ടേ. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുകയാണ്. അതിൽ നിറയെ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ആദ്യം പാസ്ത നമുക്ക് വേവിച്ചെടുക്കാം. മില്ലറ്റ് പാസ്ത ആണെങ്കിലും വേവുണ്ട് കേട്ടോ. നൂഡിൽസിനും അത്യാവശ്യം വേവെല്ലാം ഉണ്ട്. നോ മൈദ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ടേസ്റ്റ് വൈസ് ഓക്കെ ആണ്. നമ്മൾ കറക്റ്റ് നൂഡിൽസൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വെള്ളം ആദ്യം ഒന്ന് തിളപ്പിച്ച ശേഷമാണ് പാസ്ത അതിലേക്ക് ഇടുന്നത്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിലേക്ക് നമ്മുടെ പാത്രത്തിൻ്റെ മൂടി വെച്ചേ. അപ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് കോഫി റെഡി ആയിട്ടുണ്ട്. അത് ഒഴിച്ചൊരു കപ്പിലേക്ക് മാറ്റിയ ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി കൂടെ ഇടുകയാണ്. ഞാനെപ്പോഴും അരി വേവിക്കുന്നത് റൈസ് കുക്കറിലാണ്. നമുക്ക് അടുപ്പൊന്നും അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് അതിലിട്ട് അങ്ങനെ കത്തിക്കലും നടക്കത്തില്ല. എപ്പോഴും റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത്. മുന്നേയൊക്കെ ഞാൻ റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്, എങ്ങനെയാണ് റൈസ് കുക്കറിൽ വേവിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. മീൻസ് കുറച്ച് അരി എടുക്കുക, കഴുകുക, ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് ആ കുക്കറിനകത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി തിളപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അരിയെ വെള്ളം മാറ്റി എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങുന്ന അരി എന്ന് പറയുന്നത് പവിഴം ചമ്പാരിയാണ്. ഇപ്രാവശ്യം വാങ്ങിയ അരി കുറച്ച് വേവ് കൂടുതലാട്ടോ. 2 പ്രാവശ്യം തിളപ്പിക്കുകയാണെങ്കിൽ വെന്ത് കുഴഞ്ഞ പോലെ ഇരിക്കും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വേവിച്ച് കുക്കറിൽ വച്ച ശേഷം വെള്ളം മാറ്റുന്ന സമയം മാത്രമേ വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു വേവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റൈസ് കുക്കറിൽ ഇടാൻ. എന്തായാലും വെന്ത് പായസം പോലെ ആവത്തില്ല, ചെറിയൊരു വേവ് കൂടുതൽ 2 പ്രാവശ്യം വേവിക്കുമ്പോൾ. അരി കഴുകിയിട്ട് നോക്കിയപ്പോഴേക്കും നമ്മുടെ പാസ്ത വേവിക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ ടീക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാസ്ത പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു റാഗിയുടെ ഒക്കെ കളർ പോലെ കേട്ടോ. നമ്മൾ പാസ്ത എന്നൊക്കെ പറയുമ്പോൾ ഒരു യെല്ലോയിഷ് പോലത്തെ ഒക്കെ കളറല്ലേ, പക്ഷേ ഇതൊരു റാഗിയുടെ ഒക്കെ പൊടി കൊണ്ടുണ്ടാക്കിയതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഈ മില്ലറ്റിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. ആ നൂഡിൽസ് കഴിച്ചപ്പോഴും എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക്, എനിക്കൊക്കെ പിന്നെ ഈ വക സാധനങ്ങളാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഉള്ളവർക്കൊക്കെ ഈ മില്ലറ്റ് പാസ്ത നൂഡിൽസ് അവർ ഈ പറയുന്ന രീതിയിലാണ്, നോ മൈദ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സാധനം തന്നെയാണ്. നിറയെ വെജീസ് എല്ലാം ഇട്ടിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ടീയും തിളച്ചിട്ടുണ്ട്. ഗ്രീൻ ടീയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ടീ ബാഗ് ഇട്ടിട്ട് ആ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പാസ്തയുടെ വെള്ളം തിളച്ചു, അതിലേക്ക് ഈ പാസ്ത അങ്ങ് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു മസാല പാക്കറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നമ്മുടെ മാഗിഡോടൊക്കെ കിട്ടും പോലെ അതിൻ്റെ കൂട്ടത്തുണ്ട്. അതുപോലെ തന്നെ നൂഡിൽസ് വാങ്ങിയപ്പോഴും അതിൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു ഒരു മസാല കിറ്റ് എന്ന് പറഞ്ഞിട്ട്
കിട്ടില്ല, ഒരു കുഞ്ഞൊരു പാക്കറ്റ് കേട്ടോ. എല്ലാ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വേറെ അഡീഷണൽ മസാലാസ് ഒന്നും പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ മസാല തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. സത്യമായിട്ട് ഈ പാസ്തയും ഈ മില്ലറ്റിൻ്റെ നൂഡിൽസും ആ മസാല ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മൾ നോർത്തിലൊക്കെ പോയപ്പോൾ കഴിച്ച എവിടെയൊക്കെയോ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ചാറ്റ് മസാല എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പാസ്ത അവിടെ കിടന്ന് വേവട്ടെ. ഞാൻ പറഞ്ഞാൽ കുറച്ച് വേവുണ്ട്, ഞാൻ നൂഡിൽസ് വേവിച്ചപ്പോൾ വേവുണ്ട്, അപ്പോൾ സെയിം സാധനമല്ലേ ഇതും, അപ്പോൾ ഇതും നന്നായിട്ട് വേവ് കാണും. അങ്ങനെ തിളപ്പിക്കാൻ വെച്ച ശേഷം ഞാൻ വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഉള്ളത് ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റാണ്. പിന്നെ കോണൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രൊക്കോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മഷ്റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനുള്ള ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതെല്ലാം ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ നൂഡിൽസ് ആയാലും പാസ്ത ആയാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പാസ്തയെക്കാട്ടിയും നൂഡിൽസിനെക്കാട്ടിയും കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ വേദയ്ക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വലിയ താല്പര്യമില്ല, കഴിക്കാറില്ല. അപ്പോൾ ഈ നൂഡിൽസും പാസ്തയൊക്കെ വേദയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ കഴിക്കടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലായ കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത് അന്ന് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ അന്ന് അവൾ പക്ഷേ കഴിച്ചു. അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പോൾ പാസ്തയിലും അതുപോലെ തന്നെ കാര്യമായിട്ട് വെജിറ്റബിൾസ് എല്ലാം ഇടാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചത് തിളച്ചു. ഇത് തിളച്ച ശേഷം എടുത്തതുപോലെ റൈസ് കുക്കറിനകത്തേക്ക് വയ്ക്കുക, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി തിളപ്പിച്ച് വീണ്ടും റൈസ് കുക്കറിൽ വയ്ക്കാം. ഇല്ല എങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ, ഇതിപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി തിളപ്പിച്ച ശേഷം വെള്ളം മാറ്റി എടുക്കാം കേട്ടോ. ഞാൻ പാസ്ത വെന്തോ നോക്കുകയാണ്. പാസ്ത വെന്തു, കുറച്ചുകൂടെ വേവാനായിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആ പാസ്ത പക്ഷേ വെന്തപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നു. പാസ്ത ഞാൻ കാണിച്ച ഷേപ്പിലല്ല, അത് പിന്നി പോയി കേട്ടോ. നമ്മുടെ ക്യാരറ്റൊക്കെ നീളത്തിനരിയും പോലെ ആയിപ്പോയി പാസ്ത. അത് വെന്തിട്ട് അങ്ങനെ ആയതാണോ എന്താണെന്ന് അറിയില്ല. വെന്ത് പോയിട്ടില്ല, കറക്റ്റ് വേവേ ആയിട്ടുള്ളൂ. പക്ഷേ പാസ്ത ഇങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോയി. ആ ഒരു ഷേപ്പില്ല, വേറൊരു ഷേപ്പായിപ്പോയി. എനിക്ക് തോന്നുന്നു മേ ബി അത് മില്ലറ്റിലെ പാസ്ത ആയതുകൊണ്ടാവാം. പക്ഷേ നൂഡിൽസും കുഞ്ഞു പീസായിട്ട് മുറിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ ഫുൾ ഒറ്റൊരു പീസായിട്ട് ഒറ്റൊരു റൗണ്ട് പോലൊരു ഷേപ്പിൽ അങ്ങനെ ഇരുന്നു. അതുപോലെ ഞാൻ വെള്ളത്തിലിട്ടതാണ്. പക്ഷേ നൂഡിൽസും വെന്തപ്പോഴേക്കും കുഞ്ഞു പീസായിട്ട് തനിയെ മുറിഞ്ഞ് വന്നു കേട്ടോ. പാസ്തയും ഇത് മുറിഞ്ഞ് വന്നില്ല, നീളത്തിന് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ കുഴൽ പോലെ ഇരുന്നത് സ്ട്രെയിറ്റ് ആയിപ്പോയി. എന്താണെന്നറിയില്ല. വേവിച്ച ശേഷം ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. ഇതെന്തിനാണ് ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിലങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൂഡിൽസും പാസ്തയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചാൽ ഒന്നുകൂടെ കഴുകിയെടുക്കാറുണ്ട്, അതുകൊണ്ട് കഴുകിയെടുത്തു കേട്ടോ. എന്തായാലും പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. പാസ്ത വേവുന്ന സമയം ഞാൻ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ബ്രൊക്കോളി, കോൺ, മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആ പാൻ തന്നെ വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം ഞാൻ നീളത്തിനാണ് അരിഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഒരു ക്യാപ്സിക്കം ഫുൾ ഇട്ടിട്ടുണ്ട്. സവോള, ഇത്ര സാധനങ്ങളാണ്. പിന്നെ ക്യൂബായിട്ടൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ ചരിച്ചൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മുടെ പാസ്ത ഉണ്ടാക്കുന്നത്. ഫുൾ മില്ലറ്റും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. മൈദയൊന്നും അതിലില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ്. കോഴ്സ് വേദയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. വേദയ്ക്ക് ഇവക ചപ്പച്ചവർ സാധനങ്ങളല്ലേ ഇഷ്ടം. പക്ഷേ ഇത് ചപ്പച്ചവറെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇടുന്നത്. അന്ന് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നെയ്യാട്ടോ ഒഴിച്ചത്. ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് അരിച്ചപ്പോൾ അതിൽ ബട്ടർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി അയ്യോ ബട്ടർ അന്ന് പായസം വെക്കാൻ വാങ്ങിയതാട്ടോ, ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിനി വെറുതെ എടുത്ത് കളയണ്ട എന്ന് കരുതിയിട്ട് ആ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. പാത്രത്തിൻ്റെ ഭംഗി നോക്കണ്ട, ഇപ്പം പാസ്ത വേവിച്ചിട്ട് എടുത്തിരിക്കുന്ന പാത്രം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിലും അത് സ്പൂണൊക്കെ ഇട്ട് പിടിച്ച് ആകെ പോയിരിക്കുക കേട്ടോ. അങ്ങനെ ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ആദ്യം അതിലേക്ക് വെളുത്തുള്ളി വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ മറന്നുപോയി ഗൈസ്, ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ട ശേഷമാണ് വെളുത്തുള്ളിയുടെ കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ലതാണ്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൽ ഞാൻ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിക്കും കേട്ടോ. ഇത് സാധാ നമ്മുടെ നല്ലെണ്ണയാണ്, അച്ചാറക്കിട വാങ്ങില്ല, നല്ലെണ്ണയാണ്. ഈ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒരു ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ആക്ച്വലി ഇതിലിടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അന്ന് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ഇട്ടത് കൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ.
ഇത് ബട്ടറിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും നമ്മുടെ ചൈനീസ് നൂഡിൽസിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെയോ ഒന്നും ടേസ്റ്റ് അല്ലാത്തത് കൊണ്ടും ഇതിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റാണ്, ഞാൻ പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പം നെയ്യും എണ്ണയൊക്കെ ഒന്ന് ചൂടായ ശേഷം നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ, ഈ എണ്ണയുടെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ടു, മറന്നുപോയി. ക്യാരറ്റിന് മുന്നേ ഇടേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് കിട്ടിയാൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ നൂഡിൽസിനും. അപ്പോൾ സാധാരണ നമ്മൾ ചൈനീസ് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ വെളുത്തുള്ളി ഇടാറുണ്ട്, അതൊരു വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഓരോന്നായിട്ട് ഇടുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടി തട്ടി കൊടുക്കും. അത് കഴിഞ്ഞ് ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ ബീൻസ്, പിന്നെ സവോള എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ സവോളയും ക്യാപ്സിക്കും പതിയെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ സവോള കൂടി അറിയാതെ ഇട്ട് പോയിട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ കരിമുരി ഇരിക്കണമെങ്കിൽ അത്ര കരിമുരയല്ല, നമ്മുടെ ഒരു ക്രിസ്പിനെസ് ചെറിയതായിട്ട് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിട്ടാൽ മതി. ജസ്റ്റ് അതൊന്ന് വാടിയിട്ട് ഇട്ടാൽ മതി. ഒരുപാടിട്ട് വഴറ്റി വേവിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഒരു വെജിറ്റബിൾസും ക്യാരറ്റ് ആയാലും ക്യാബേജ് ആയാലും ബീൻസ് ആയാലും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ വെജിറ്റബിൾസിൻ്റെയൊക്കെ, അതൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇടുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കം പെട്ടെന്ന് വേവും, സവോള അതേ പെട്ടെന്ന് വാടി ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് പാസ്തയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്ത് സവോളയും നമുക്ക് ക്യാപ്സിക്കം ഇടാം. പക്ഷേ സവോള ഞാൻ ഓർമ്മിക്കാണ്ട് ഇട്ട് പോയിട്ടോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സവോള കൂടി ഇട്ട് വഴട്ടാം. ഇപ്പോൾ ഇങ്ങനെ കരിമുരിയെന്ന് കടിക്കുന്ന ഇഷ്ടമല്ല, വെന്തതായിട്ടിരിക്കണമെങ്കിൽ ആദ്യമേ ഇതിടാം കേട്ടോ. ഞാൻ പറഞ്ഞു ഒരുപാട് വേവിക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറക്കരുത്, നമ്മുടെ വെജീസിന് ഉപ്പ് ആവശ്യമുണ്ട്. ആ മസാലയിൽ ഉപ്പ് അധികമില്ല, അപ്പോൾ അതുകൊണ്ട് പാസ്തയിലും വെജീസിലും ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം ഒന്നുകൂടെ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള ആഹാരമൊക്കെ നമുക്കിഷ്ടമുള്ളതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല ആഹാരങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഈ പാസ്ത നൂഡിൽസൊക്കെ ഓഫ് കോഴ്സ് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കഴിച്ചാൽ അതൊരു ജങ്ക് ഫുഡാണ്. ബിക്കോസ് പാസ്തയിലും നമ്മുടെ നൂഡിൽസിലും ഒക്കെ മൈദ ഒക്കെ ആഡാവുന്നുണ്ട്. പിന്നെ സോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യില്ലേ, അതുകൊണ്ട് നമ്മളങ്ങനെ അധികം അത് കഴിക്കാറില്ല. ഇതിലിപ്പോൾ ഞാൻ സോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. വേണമെങ്കിൽ സോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, സോയാ സോസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വേദയ്ക്ക് പാസ്ത നൂഡിൽസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഓരോ സമയവും നമ്മൾ മാഗിയും മറ്റുള്ള നൂഡിൽസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയ്യോ കൊടുക്കാണ്ടിരിക്കാൻ തോന്നത്തില്ല, കൊടുത്തല്ലോ എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതാണ്. ഞാനിതിൻ്റെ പ്രൊമോഷൻ ചെയ്യുക ഒന്നുമല്ല കേട്ടോ. എനിക്ക് ആ നൂഡിൽസ് കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നി, മില്ലറ്റിൻ്റെ ആണ്, അതുകൊണ്ട് ഹെൽത്തി ആണ്, അതുകൊണ്ടാണ്. അന്ന് ഒരുപാട് പേര് അതിൻ്റെ ഒരു റെസിപ്പി തരുമോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആ മസാല ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മസാല ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കും. ഒരുപാട് ക്രഞ്ചി അല്ല, ആ ഒരു ഇത് കിട്ടും, എങ്കിലും ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഒരുപാടിട്ട്, അതിപ്പോൾ ക്യാരറ്റ് ആയാലും ഒന്നും ഒരുപാടിട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം കൂടി ഇട്ട് ഇതിൻ്റെ കൂട്ടത്ത് സവോളയുടെ ഇടുക. ഞാൻ ഓർമ്മിക്കാണ്ട് ആദ്യമേ സവോള ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടുക. അങ്ങനെ അധികം വാടാനൊന്നും വിടണ്ട, കാരണം ക്യാപ്സിക്കം ഒട്ടും വേവില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ക്യാപ്സിക്കം വെറുതെ മെഴുക്ക് വരട്ടി വെച്ച് കഴിച്ചിട്ടുണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ഇട്ട് വഴറ്റാണ്ട് ഉടനെ തന്നെ നമുക്ക് പാസ്ത കൂടി ഇടാം, പാസ്തയായാലും നൂഡിൽസ് ആയാലും ഇടാം. അതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യില്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാടിട്ട് ക്യാപ്സിക്കം ഒന്നും വഴറ്റണ്ട കേട്ടോ. ഇപ്പോൾ പാസ്തയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ കുഴൽ പോലെയുള്ള രൂപത്തിൽ ഇട്ട പാസ്തയാണ്. അത് വെന്ത് വന്നപ്പോഴേക്കും ഇങ്ങനെ ആയി കേട്ടോ. അതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കും. മുട്ടയൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ പിന്നെ എൻ്റെ കൂട്ടത്ത് ഇട്ടില്ല. കണ്ടോ, പാസ്തയെക്കാട്ടി കൂടുതൽ വെജിറ്റബിൾസ് എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വേദയുടെ വാക്കിയകത്ത് പോവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടത്. ഇത്രയും കൂടുതൽ തന്നെയാണ് ഞാൻ നൂഡിൽസിലും ഇട്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. വെജിറ്റബിൾസ് കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനിതിൽ അഡീഷണൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി അവരുടെ മസാല തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കൂടുതലൊന്നും ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്നുണ്ട്. അതെന്തിൻ്റെ ആണെന്ന് അറിയത്തില്ല, ജീരകത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. ബട്ട് നൈസ് ടേസ്റ്റ് കേട്ടോ. നല്ലൊരു
നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ചൈനീസ് പാസ്തയും നൂഡിൽസും ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇത് വേറൊരു ടേസ്റ്റ്, പക്ഷേ നൈസായിട്ടുള്ളൊരു ടേസ്റ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നിറയെ വെജിറ്റബിൾസും കാര്യങ്ങളും മില്ലറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ന്യൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി വേദയുടെ ലഞ്ച് ബോക്സിൽ ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്നും ചോറ് കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരു സാധനം തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് വേദയ്ക്ക് ലഞ്ചിനും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഒരു ഹെൽത്തിയസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെ എടുത്തത്. വേദയ്ക്ക് ഇഷ്ടവും കൂടിയാണ് അതുകൊണ്ട്. അപ്പോൾ അതേ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പാസ്ത റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ പാസ്തയാണെന്ന് പറയത്തില്ല, എങ്കിലും പാസ്തയാണ്. അപ്പോൾ ഈ പാസ്തയും നൂഡിൽസും കുറച്ചൊന്നൊരു കുഴഞ്ഞൊരു രീതിയിൽ വരും കേട്ടോ. അത് ഈ മില്ലറ്റൊക്കെ ആയതുകൊണ്ടാവാം, എങ്കിലും അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല. ഒരു ചെറിയൊരു കുഴച്ചിൽ ഉണ്ട്. അപ്പോൾ വേദയ്ക്ക് സോസൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സോസ് എല്ലാം വച്ചിട്ടാണ് വേദയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തത്. അതങ്ങനെ പാക്ക് ചെയ്തോടെ മാറ്റി വെച്ച ശേഷം വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ളത് എടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും സെയിം നമ്മുടെ പാസ്ത തന്നെയാണ്. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ടല്ലേ? ഭയങ്കര കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, നല്ല വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ മാർജിൻ ഫ്രീയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. മില്ലറ്റിൻ്റെ അവരുടെ തന്നെ നൂഡിൽസ്, ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ആയ ഉപ്മാവ്, പൊങ്കൽ, അങ്ങനെ എന്തൊക്കെയോ ഇവരുടെ കവറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു നൂഡിൽസും പാസ്തയും മാത്രമാണ്. രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേദ ഞാൻ വഴക്ക് പറയാണ്. സ്റ്റെപ്പ് നിറച്ച സാധനങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ്. എനിക്കത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കും, അവൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വേദയുടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം, നമ്മുടെ സെയിം നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. സെയിം മസാല കേട്ടോ, അതുകൊണ്ട് സെയിം ടേസ്റ്റ് തന്നെയാണ്. പാസ്ത നൂഡിൽസ് എന്നുള്ളത് പാസ്തയായി മാറി എന്ന് മാത്രം. അങ്ങനെ വേദയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി എൻ്റെ ജോലി കഴിഞ്ഞു? ഇല്ല, അടുത്തിൻ്റെ പുട്ട വയ്ക്കണം. ഏട്ടന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട വയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് ഇനി അടുത്ത് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിനി എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ല കേട്ടോ. വേദ ഡാൻസ് ക്ലാസ്സിന് ഫുഡും കൊണ്ട് പോവുകയാണ്. ഏട്ടൻ ഇന്നലെ വാങ്ങിയ മീൻകറി ഇരിപ്പുണ്ട്. ഇന്നലത്തെ മീനൊന്നും കഴിക്കാത്ത ആളാണ്. ഇപ്പോൾ ഈ പത്തിയൊക്കെ നോക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. അപ്പോൾ മീൻകറി ഇരിപ്പുണ്ട്. രാവിലെ പുട്ടും മീൻകറിയും, ഉച്ചയ്ക്ക് പുട്ടും മീൻകറിയും, രാത്രിയും പുട്ടും മീൻകറിയും. ഉച്ചയ്ക്ക് ചോറ് മീൻകറിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ ഏട്ടൻ കഴിക്കുന്നത്. ഇനി ചോറ് ഞാൻ അടുപ്പത്തിട്ടു, മീൻകറി ഇരിപ്പുണ്ട്. വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി വേറെ ജോലികളൊന്നുമില്ല. പക്ഷേ ഇനി പുട്ടൂടെ വെച്ചാൽ രാവിലത്തെ എൻ്റെ പരിപാടി കഴിയത്തുള്ളൂ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.